ഈ ചെടിയുടെ യഥാർത്ഥ പേര് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ എനിക്കറിയാം. ഇതിൻ്റെ ഇല ഒരു 5 ഇല വെറും വയറ്റിൽ 5 ദിവസം കഴിച്ച് കഴിഞ്ഞാൽ ഉള്ളിലുള്ള ചെറിയ ചെറിയ വിഷാംശങ്ങൾ പോകും. അത് കഴിഞ്ഞ് പാമ്പ് കടിച്ചാലോ അല്ലെങ്കിൽ അതേപോലത്തെ വിഷങ്ങളൊന്നും ഫലിക്കോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ എട്ടുകാലി അങ്ങനെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ കടിച്ചാൽ ചിലപ്പം ഇതിൻ്റെ ഇല ഒരു കുറച്ച് ഇല നുള്ളുക, അതേപോലെ ഒരു പച്ചമഞ്ഞയുടെ കഷ്ണം, പിന്നെ എണ്ണ, ഏതെണ്ണയാണ് ഞാൻ മറന്നുപോയി, ഇത് മൂന്നും കൂടി അരച്ച് നമ്മൾ എട്ടുകാലി കടിച്ച അല്ലെങ്കിൽ ചൊറിഞ്ഞ അലർജിയോ വിഷത്തിൻ്റെ രീതിയിൽ റൗണ്ടിൽ അലർജി വന്നു കഴിഞ്ഞാൽ ആ ഭാഗത്ത് പുരട്ടിക്കഴിഞ്ഞ് ഇത് മാറും. നമ്മുടെ ഒരു സുഹൃത്ത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് തന്നെ മകന് അസുഖം വന്നപ്പം കൊണ്ടുവന്നതാണ്. സുഹൃത്തെന്ന് പറയുമ്പം എൻ്റെ അപ്പനെക്കാളും പ്രായമുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ എനിക്ക് കിട്ടിയതാട്ടോ ഈ സാധനം. പിന്നെ വേറൊരെണ്ണമുള്ളത്, പിന്നെ മിക്കവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് മുറികൂടി. കാരണം ഹൈറേഞ്ചിലെ മിക്ക പറമ്പുകളിലും കാണും. ഈ ചെടിയായിട്ടും അലങ്കാരത്തിനൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% ഞാൻ ഉപയോഗിച്ച റിസൾട്ടുള്ള സംഭവം കേട്ടോ. പക്ഷേ രക്തത്തിൻ്റെ അനുസരിച്ച് ആൾക്കാർക്ക് കണ്ണിൻ്റെ വ്യത്യാസങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പഴയ ഹൈറേഞ്ച് വന്നപ്പം പഴയ ആൾക്കാർ എനിക്ക് പറഞ്ഞ അറിവാണ്. അന്ന് ഇംഗ്ലീഷ് മരുന്നില്ലാത്ത സമയത്ത് കോടാലിയൊക്കെ കൊണ്ട് മുറിയുമ്പം ഇതിൻ്റെ നീരെടുത്താൽ മുറിവ് വെച്ച് കെട്ടും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ പ്രയോജനം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇല നുള്ളി ഇതിൻ്റെ നീര്, കാരണം വെള്ളം ചേർക്കാൻ നമ്മളിങ്ങനെ അരച്ചിരിക്കുമ്പോൾ ഒരു സൈസ് വയലറ്റ് കളർ നീര് വരും. അത് ഒത്തിരി എടുത്ത് നമ്മൾ എന്താണ് കൈ കൊണ്ട് ഞെരണം, എന്നാലും ആ നീര് കിട്ടത്തുള്ളൂ. ഇത് കണ്ടോ, ഈ നീരാണ് യഥാർത്ഥ മുറിവിനുള്ള മരുന്ന്. ഈ വയലറ്റ് കളറ് കാണുന്ന ഈ കളറ്, ഇത് നമ്മളിങ്ങനെ ഇല ചതച്ച് മുറിവ് നന്നായിട്ട് തുണച്ച് ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഇല്ലാതാക്കി ആ മുറിവിൽ വെച്ച് കെട്ടുക. ഒരു 4-5 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഡ്രസ്സ് ചെയ്യണം. ഒത്തിരി വെള്ളം വീണ് കഴിഞ്ഞാൽ പഴുക്കുമെന്നാണ് പറയുന്നത്. കാരണം എൻ്റെ കയ്യിൽ എത്രത്തോളം കാണാവോ ഇല്ലെന്ന് എനിക്കറിയില്ല, എവിടെയായിട്ടൊരു മുറിവുണ്ടായിരുന്നു കേട്ടോ. ഇത് തന്നെ ഈ കാണുന്ന വെട്ടുപാടില്ലേ, ഞാൻ ഇത് മരുന്ന് ഉപയോഗിച്ച് തന്നെ റെഡിയാക്കിയതാണ് കേട്ടോ. വാക്കത്തി കൊണ്ട് വെട്ടിയത്, ആശുപത്രിയൊന്നും പോയില്ല. പിന്നെ മോട്ടറിനിടക്ക് പോയിട്ടൊരു പാട്, ഇതൊക്കെ ഈ മുറിവ് പൊടിയുടെ നീര് വെച്ച് തന്നെ ഉണക്കിയെടുത്തതാണ്. കാരണം അത്രയ്ക്കും നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു മെഡിസിനാണ് ഈ മുറിവുപൊടി. പക്ഷെ അത് എല്ലാവർക്കും അത് പറ്റുമല്ലെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ കുറച്ച് നാട്ടുമരുന്നുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെയുണ്ട് കേട്ടോ, ഇനി വിഷത്തെപ്പറ്റി പറയുന്ന മുമ്പ് കറ്റാറുവാഴ, നമ്മൾ പൊള്ളലൊക്കെ ചെറിയ ചെറിയ അടുക്കളയിലെ പൊള്ളലൊക്കെ വരുമ്പം കറ്റാറുവാഴ വീട്ടിലുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു പോള കീറി നമ്മൾ ആ പൊള്ളിയ സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടും കേട്ടോ. പിന്നെ ഉള്ളത് യൂഫോർണിയ, അത് വിഷം കേട്ടോ. നമ്മൾ ചിലർ പറയും വിഷമാണ്, രക്തമായിട്ട് സമ്പർക്കം ഉണ്ടായി ക്യാൻസറൊക്കെ വരുമെന്ന് തോന്നും. നമ്മൾ പട്ടീനെയും പൂച്ചനെയൊക്കെ വളർത്തുന്നില്ലേ, അതിന് പേ പിടിക്കും, പട്ടി കടിച്ചാൽ പേ പിടിക്കും. ലോകത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു മരണം, അതായത് ഇരുട്ടിനെ ഭയം, അതായത് പേ പിടിച്ച് ബാധിച്ചൊരു മനുഷ്യനെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉമിനീര് സമ്പർക്കത്തിൽ വന്നു കഴിഞ്ഞാൽ അവർക്കും പേ വിഷ വരുമെന്നാണ് പറയുന്നത്. ഞാൻ പണ്ടൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഇരുട്ടിനെ ഇഷ്ടപ്പെടും, വെളിച്ചം കണ്ട പേടി, അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഭയങ്കര വെള്ളം കുടിക്കാനൊക്കെയല്ല, ഭയങ്കര വികൃതമായിട്ടുള്ളൊരു മരണമായിരിക്കും പേ വിഷബാധ. എന്നാലും നമ്മൾ പട്ടീനെയും പൂച്ചനെയൊക്കെ വളർത്തുന്നില്ലേ, അതേപോലെ ചെടികൾ നമ്മൾ കൺട്രോൾ ചെയ്ത് വളർത്താം. ഇത് കള്ളിമുള്ളിച്ചെടി, ഇതൊക്കെ മുള്ള് നമ്മുടെ ശരീരത്തോണ്ട അതേപോലെ വേനെടുക്കും. എന്നാലും നമ്മൾ കള്ളിമുള്ളിച്ചെടിയൊക്കെ ആഗ്രഹിച്ച് വളർത്തുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഒരു അലങ്കാര ചെടി കേട്ടോ. ഇത് കന്നുകാലി തിന്ന് കഴിഞ്ഞാൽ വായിൽ നിന്ന് നുഴയും പതയൊക്കെ വരും ഭയങ്കരമായിട്ട്. ഇത് ഒരു പരിധി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കന്നുകാലി തന്നെ മരിച്ചു പോകാനുള്ള കാര്യമുണ്ട്. വീട്ടിൽ പശുവുണ്ട്, എന്നാൽ പോലും ഞാൻ ഇതിനെ വളർത്തുന്നില്ല. ഇപ്പോഴാണ് പശുവിനെയൊക്കെ കിട്ടുന്നത് കേട്ടോ. കാറ്റഗറി പെടുന്ന വേറെ ഐറ്റമാണ്, പോയിസനാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സംഭവത്തോട് ക്രൈസ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ സംഭവം ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ ആരും ഒന്നും നോക്കാൻ പോരുത് കേട്ടോ. ഇതുണ്ട്, ഈ ചേമ്പ് വർഗത്തിലെ ചെടിയൊക്കെ ഒരു തുള്ളി പറമ്പി വീണ് കഴിഞ്ഞ് രക്താസുരനെ പോലെ എവിടെ വീഴുന്നു അവിടെ എല്ലാം ആകും. എൻ്റെ കയ്യിലുള്ള ഒരു അടീന കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു, എൻ്റെ ശ്രദ്ധക്കുറവ് കാരണമൊക്കെ ഇത് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. എന്നാൽ പോലും ഈ അടീനിയം മനുഷ്യ ശരീരത്തിന് ഹാനികരമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പോലും നമ്മൾ ഏത് കാര്യങ്ങളും ചെയ്യുമ്പോൾ അതനുസരിച്ച് ശ്രദ്ധിച്ച് വളർത്തിക്കഴിഞ്ഞാൽ കള്ളിമുള്ളിച്ചെടിയാണെങ്കിലും അതേ ലോകം മൊത്തം പടരുന്ന ഏത് കാടാണെങ്കിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ ഒക്കും. നാളെ നമുക്ക് ക്യാൻസർ വരുന്ന ചെടിയാണെങ്കിൽ പോലും നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് വളർത്താൻ ഒക്കും. ഓരോ ചെടിക്കും ഗുണങ്ങളും ദോഷങ്ങളും ഒത്തിരി ഉണ്ട്, ഓരോ പ്ലാന്റിനും. പക്ഷെ നമ്മളതനുസരിച്ച് ഓരോ പ്ലാന്റുകളും കൈകാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല കേട്ടോ.
നമ്മൾ ഒരു സമ്പർക്കം വെക്കുമ്പം നായായിട്ട് സമ്പർക്കം വെച്ച വിഷബാധ വരുമെന്ന് പറയും, പൂച്ചയായിട്ട് ഭയങ്കരം വെച്ചാൽ അതിൻ്റെ പ്രശ്നങ്ങൾ വരുമെന്ന് പറയും. കാടേനെ വളർത്തിക്കഴിഞ്ഞാൽ ആസ്മയുള്ളവർക്ക് കാട പറ്റത്തില്ല. കാടമുട്ട ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ്. പക്ഷേ കാടയുടെ അമോണിയം കണ്ടൻറ്റ് അതിൻ്റെ കാഷ്ടത്തിനുണ്ട്, പൊടിയുണ്ട്. അതുപോലെ പ്രാവ്, കോഴി, പൂച്ച, പട്ടി, ഏതൊരു പെറ്റ് മേഖലയിലാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയാണെങ്കിലും ഓരോ രീതിയിലും മനുഷ്യന് ശരീരത്തിന് ഹാനികരങ്ങൾ വരും. പക്ഷെ അത് വരാൻ നമ്മളത് അതിജീവിച്ച് വന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഓരോന്നിനും ഓരോ ആവാസ വ്യവസ്ഥയിലും വ്യത്യാസം വരും കേട്ടോ. ഇതവനെ പെൻസില്, കാരണം ഈ ഒരു പ്ലാന്റ് കണ്ടുകൊണ്ടാണ് എന്നെ ഒരാൾ പറഞ്ഞത്, റിസർച്ച് നടത്തിയ ഒരു വ്യക്തി പറഞ്ഞത്, ഇത് രക്തമായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ ക്യാൻസർ വരും, റിസർച്ച് തെളിഞ്ഞാന്ന് പറഞ്ഞു. അന്ന് ആള് ഈ പൊക്കോള കുഞ്ഞിക്കാ തൈ ഉണ്ടായിരുന്നു. പക്ഷേ ലൈനി വന്നിട്ട് ലൈമാന്മാർ വെട്ടിക്കളഞ്ഞതും ഇനി ഞാൻ വെട്ടിക്കളഞ്ഞതും ഇത്രയും വലുതാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എന്നാൽ പോലും ഈ കള്ളുമുള്ളിച്ചെടി ഞാൻ വളർത്താറുണ്ട്. ഇതിൻ്റെ അപകടകാരിയായ സംഭവം എന്താണെന്നറിയാം? ഈ കറയാ. ഇത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ട്, ആ മുറിവും നമ്മുടെ രക്തമായിട്ട് സമ്പർക്കത്തിലായ മാത്രമേ പ്രശ്നമുള്ളൂ. അതും പറഞ്ഞാൽ നമ്മൾ എത്ര വളർത്തിയെന്ന് പറഞ്ഞാലും തലോടി എന്ന് പറഞ്ഞാലും ആൾക്കൊരു പ്രശ്നം വരത്തില്ല. ഇത് കണ്ടോ? കാരണം ഇതും അതേപോലെ ഒരു പച്ചമരുന്നാണ്. പക്ഷെ നമ്മൾ ഓരോ ചെടിയുടെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ദോഷങ്ങളും അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടും. ഒരിക്കലും ഭയപ്പെടരുത്. നമ്മൾ ഇത് ക്യാൻസർ വരുന്ന ഒരു ചെടിയാണെന്നും പറഞ്ഞാൽ എനിക്ക് വെട്ടിക്കളയാം. പക്ഷെ ഇങ്ങനത്തെ ഒരു ചെടി ഞാൻ 2015 വെച്ച ചെടിയാണ്. ഇത്ര ആനായിട്ട് ഒറ്റ ദിവസം കൊണ്ടായതല്ലല്ലോ. അതുകൊണ്ട് ഓരോ ചെടികളും വിഷമുണ്ട്, നല്ലയുണ്ട്, ചീത്തയുണ്ട്. മനുഷ്യരിലില്ല നല്ലവരും ചീത്തവരൊക്കെ ഇല്ല, അതേപോലെയാണ് ചെടികളിലും. പക്ഷെ നമ്മൾ പരിപാലിക്കുമ്പോൾ അതനുസരിച്ച് കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നമ്മുടെ മൈൻഡ് നമുക്കിഷ്ടമുള്ള ജീവിക്കണം. കാരണം വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ കാണും, ആരും അതിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നില്ല.